നേരെ വയനാട്ടിലേക്കാണ് ആദ്യ യാത്ര. വയനാട്ടിൽ ഗ്രാമീണ റോഡുകളിലൂടെ ടോറസ് ലോറികൾ ഓടുന്നതിനെതിരെ അവിടെ സമരം വ്യാപിക്കുകയാണ്. കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള കല്ലുമായി എത്തുന്ന കൂറ്റൻ ലോറികൾ റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്നാരോപിച്ചാണ് ഈ പ്രതിഷേധം. കൽപ്പറ്റ, വെങ്ങപ്പള്ളി, വാവാടിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ലോറികൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. എനിക്ക് തോന്നുന്നു അവിടുത്തെ മാത്രം ഒരു പ്രശ്നമല്ല, പല ഗ്രാമങ്ങളിലും ഇതേ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വയനാട് വെങ്ങപ്പള്ളിയിൽ അനവധി ക്വാറികളുണ്ട്. ഇവിടെ നിന്ന് കരിങ്കല്ലും മറ്റും കയറ്റി പോകുന്ന ലോറികളാണ് റോഡിലെ വില്ലന്മാർ. റോഡ് തകരുന്നത് മൂലം ജനങ്ങൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. പല വീടിൻ്റെ മതിലുകളും തിണ്ടുകൾ വരെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഈ ഓവർലോഡ് കാരണം. അതുമായി ബന്ധപ്പെട്ട് 2023 സെപ്റ്റംബർ 22 വയനാട് ജില്ലാ കളക്ടർക്ക് ഞാൻ പരാതി സമർപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ നാളെ ഇതുവരെയായിട്ടും അതിനൊരു ആക്ഷനോ കാര്യങ്ങളോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. ദുരിതമയമാണ് ഈ പാതയിലൂടെയുള്ള യാത്ര. വേനലായാൽ പൊടിശല്യം, മഴ പെയ്താൽ ചെളിക്കുളം. വെങ്ങപ്പള്ളി, വാവാടി, ചൂരിയാറ്റ മുതൽ മണിയൻകോട് വരെയും അവസ്ഥ ഇതാണ്. റോഡ് തകരാൻ കാരണം കരിങ്കൽ ക്വാറികളാണ്. ഇവിടെ നിന്നുള്ള കല്ലുമായി ലോറികൾ തലങ്ങും വിലങ്ങും പായും. പിന്നെ എങ്ങനെയാണ് റോഡിന് ഈ ഗതി വരാതിരിക്കുക? റോഡ് കൂടി നടക്കാനും പറ്റുന്നില്ല. നടക്കാൻ തുടങ്ങിയാൽ ചളിയായിട്ട് വണ്ടി നടക്കാനും പറ്റില്ല. ഓട്ടോറിക്ഷ വിളിച്ചാൽ പ്രദേശത്തേക്ക് വരികയില്ല. തോന്നുന്ന കൂലിയാണ്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയും കൽപ്പറ്റ ടൗണിനോട് ചേർന്നുള്ള റോഡാണിത്. ഈ റോഡ് നന്നാക്കി തരിക എന്നത് അവരുടെ കടമയാണ്. നമ്മൾ എന്നും ഇതിലേക്കൂടെ ഈ കല്ലിൽ കൂടെ നടന്ന് ഞങ്ങൾക്ക് കാലിന് വേദനയാണ്. കരാറുകാർ 5 വർഷം അറ്റകുറ്റപ്പണി സാധ്യമാകില്ലെന്ന് മുന്നിൽ കണ്ട് റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ അനുഭവമുണ്ട്. ഗത്യന്തരമില്ലാതെയാണ് നാട്ടുകാർ ലോറികൾ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചത്. നമ്മളൊരു ഓട്ടോ വിളിച്ചാൽ വരില്ല. രാവിലെ വിളിച്ചാൽ ഈ റോഡ് കടന്ന് അവരെ ഞൊടിച്ചിലും ചീത്തയൊക്കെ കേൾക്കണം. അതും തോന്നുന്ന പൈസയാവും. ചിലർ 350 വാങ്ങും, ചിലർ 400 വാങ്ങും. പല പൈസയാണ്. വീടെത്തുന്നവരെ അവരെ ചീത്ത നമ്മൾ കേൾക്കണം. ഈ കോറി വന്നതിന് ശേഷമാണ് ഈ ബഡ്ജറ്റ് പോരാന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയത്. അപ്പോൾ ഇപ്പോൾ വർഷം 3 കഴിഞ്ഞ് ഈ അവസ്ഥയിലാണെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്നതെന്നുള്ള റിപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം ചൂരിയാറ്റ മേഖലയിലെ നാട്ടുകാരും ലോറികൾ തടഞ്ഞിരുന്നു. റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ട് മതി ക്വാറികളിൽ നിന്നുള്ള വൻ ലോറികളുടെ ഓട്ടമെന്ന് നാട്ടുകാർ. അതുവരെയും ലോറികൾ പോകുന്നത് തടയാൻ തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഭാരവാഹനങ്ങൾ പോകുന്നത് കൊണ്ടാണ് റോഡ് ചിലയിടങ്ങളിലൊക്കെ തകർന്നു പോയിരിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ഇത് ഈ വാഹനങ്ങൾ പോകുന്നത് അത് തടയാനോ അല്ലെങ്കിൽ അതിൽ നിയന്ത്രണം കൊണ്ടുവരാനോ ആരും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്നതിൽ ഈ കരാറെടുക്കാൻ പോലും ഈ ആരും തയ്യാറാകുന്നില്ല എന്നതൊരു വസ്തുതയായിട്ട് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നാട്ടുകാർക്ക് പരാതിയുണ്ട്. കേൾക്കാം. ഈ കോറികളിൽ നിന്നുള്ള വലിയ വലിയ ടോറസ് വാഹനങ്ങൾ അമിത വേഗതയിൽ, നമുക്ക് കാൽനട യാത്ര പോലും ദുഷ്കരമായ ഈ സാഹചര്യത്തിൽ അമിത വേഗത്തിലാണ് അവർ വണ്ടിയെടുത്ത് പോകുന്നത്. ഈ റോഡ് നന്നാക്കിയതിന് ശേഷം മതി ഇനി ഒരു വണ്ടികൾ പോകാനും. അങ്ങനെയുള്ള ഭാരവാഹനങ്ങൾ വെയിറ്റ് കുറച്ച് ഓടുക. കോറികൾ കുറേ ഉണ്ട്. ഈ റോഡ് നന്നാക്കാതെ ഒരു വണ്ടി ഇനി ഞങ്ങൾ വിടൂല. അത് കഴിഞ്ഞതിന് ശേഷം അവർ പോയിക്കോട്ടെ. പക്ഷേ ഈ കോറി കൊണ്ട് ഞങ്ങളെ വീടിനൊക്കെ ബുദ്ധിമുട്ട്. ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി നിരന്തരം നമ്മൾ ബന്ധപ്പെടുകയും ചെയ്തിട്ട് ഉദ്യോഗതലത്തിലും അതേപോലെ മറ്റ് ജനപ്രതിനിധികളിലൊക്കെ ബന്ധപ്പെട്ടിട്ടും ഈ റോഡ് നന്നാക്കാത്ത അവസ്ഥയിലാണ്. ഇവിടെ ഈ കാണുന്ന ധാരാളം പ്രദേശവാസികൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ വാവാടി, വെങ്ങപ്പള്ളി മുതലുള്ള ഏരിയ. 2 ടോറസ് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് വഴിയുടെ സൈഡിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കുള്ളത്. കല്ല് തെറിക്കുന്നത് അങ്ങനെ. ഈ റോഡ് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഒക്കെ ഇങ്ങനത്തെ റോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അല്ലാണ്ട് ആരെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ റോഡ്? പൊടി കാരണം ശ്വാസം മുട്ടലായിട്ട് 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അതായിരുന്നു അവസ്ഥ. പിന്നെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങിയത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അത് ചെളിയും. പിന്നെ ജനങ്ങൾക്ക് നടക്കാൻ ഫുട്പാത്തില്ല. ഇപ്പൊ ഇട്ട് നന്നായിരുന്ന റോഡ് കല്ലുകൾ മുഴുവൻ ഇളകി കുഴിയായിരിക്കുന്നു. കോറി തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാണ്ട് വേറെ ഇവിടെ ഒരു പ്രശ്നവും. ഞങ്ങളിവിടെ നല്ല സമാധാനത്തോടെ ജീവിച്ചിരുന്നവരാണ്. ഇപ്പോൾ കോറികൾ വന്നുകൊണ്ടാണ് ഈ നാട്ടിൽ, ഈ വേങ്ങപ്പള്ളി പഞ്ചായത്തിൽ ഇത്രയും ദുരിതം വന്നത്. അപ്പോൾ നാട്ടുകാർ പറയുന്നതിൽ കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ അധികൃതർ തയ്യാറാകാത്തത് എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.